என்னம்மா அழுவிட்டு இருக்குது? என்ன ஆயிடுச்சு? ரொம்ப குளிரா? சரி, நீ எங்க இருக்குது? அங்கே உள்ளயா? போய் பார்க்கலாமா என்ன இருக்குதுன்னு? அங்கே വാങ്ങ. ഞാൻ പിറ്റേ ദിവസം തന്നെ അന്വേഷിച്ചു. ഇതിൻ്റെ മെയിൻ ഹെഡ് ഓഫീസ് ചെന്നൈയിലാണ്. പോയി IAS ഓഫീസറാണ്. പുള്ളിയെ പോയി കണ്ടു. പുള്ളിയുമായിട്ടൊരു നല്ല ഡയലോഗ് ഉണ്ടായി. അപ്പം പുള്ളി പറയുന്നത് ഇങ്ങനത്തെ ഒന്നല്ല 300 എണ്ണം ഉണ്ട്, വേണോ ഏറ്റെടുത്തോ എന്നൊക്കെ എന്നോട് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെയൊക്കെ ജോലി എന്നാ? ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ നാണമില്ല ഈ ശമ്പളവും മേടിച്ചോണ്ട് ഓഫീസിൽ കുത്തിയിരുന്ന് ഇങ്ങനെയുള്ളൊരു പ്രസ്ഥാനം. പിന്നെ പുള്ളി അപ്പോഴത്തെ പൊളിറ്റീഷ്യൻസ് മറ്റുള്ളവരെ കുറ്റമതി. ഫൈനലി എന്നോട് കൈയൊഴിയ ഫൈനലി എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു MOU ഞാൻ തരാം, ഇത് മാനേജ് നിങ്ങൾ ഏറ്റെടുത്ത്. ഞാനൊന്നും ചിന്തിച്ച് ഞാൻ പറഞ്ഞു ശരി, ഏറ്റെടുത്ത് നടത്താം. അങ്ങനെ പുള്ളി ഒരു MOU എഴുതി തന്നു. അന്ന് തന്നെ 13 ലക്ഷം ഗവൺമെൻറ്റിന് സാങ്ഷൻ ചെയ്തു. അത് കളക്ടറേറ്റിൽ കൂടെ വന്ന് ആ ഹോസ്റ്റലെല്ലാം ഇമ്പ്രൂവ് ചെയ്തു, ലീക്കെല്ലാം തീരെയാക്കി. അപ്പം അന്ന് മുതൽ ഞാൻ ഗവൺമെൻറ്റും ഈ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ളൊരു മെൻറ്റോറായി ഓട്ടോമാറ്റിക്കലി. അതായത് ഈ ഗവൺമെൻറ് ഫണ്ട്സ് കൊണ്ട് അവരെ ഏൽപ്പിക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യാനൊക്കത്തില്ലയോ ആ കാര്യങ്ങളൊക്കെ. ഫോർ എക്സാമ്പിൾ കുഞ്ഞുങ്ങൾക്ക് അവിടെ ലൈബ്രറി സ്റ്റാർട്ട് ചെയ്തു, കമ്പ്യൂട്ടേഴ്സ് കൊടുക്കുക, അവർക്ക് ചെരുപ്പ് കൊടുക്കുക, പിന്നെ അവരുടെ ഈ പാത്രങ്ങൾ, ഫുഡിൽ ആഴ്ചയിൽ ഒരിക്കൽ ചിക്കൻ സപ്ലിമെൻ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പതുക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതിനെല്ലാം എൻ്റെ ഫ്രണ്ട്സ് ഒരു ഗ്രൂപ്പ് എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അതത് ആവശ്യം വരുമ്പോൾ ഫ്രണ്ട്സിനെ ഇൻഫോം ചെയ്യും, അവർ പൈസ അയച്ചു തരും, ഞാൻ നടത്തും. ഇതാണ് ഏലഗിരിയിലെ ട്രൈബൽ ഹോസ്റ്റൽ. വിവിധ ഊരുകളിൽ നിന്നും വരുന്ന നിർധനരായ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള സർക്കാർ സംവിധാനം. തമിഴിൽ ഉണ്ട് ഒരുവിട പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവിടെ 10 വയസ്സുവരെയുള്ള കുട്ടികളെയാണ് പാർപ്പിക്കുന്നത്. ജീർണാവസ്ഥയിലായിരുന്ന ഈ സ്ഥാപനത്തെ ഡോക്ടർ തോമസ് മാത്യു കൈപിടിച്ചുയർത്തിയത് സർക്കാർ സംവിധാനങ്ങളോട് ചേർന്നു നിന്നുകൊണ്ടാണ്. அரசு உண்டூருடைய பள்ளி எங்களுடைய பள்ளிக்கு திரு டாக்டர் மேத்யூ ஐயா அவர்களும் ஊர் தலைவர் அவர்களும் பொதுமக்களும் அனைவருடன் ஒத்துழைப்போடு டாக்டர் மேத்யூ ஐயா அவர்கள் எங்கள் பள்ளிக்கு நிறைய அதிகமான வசதிகளை ஏற்படுத்தி தந்துள்ளார். அன்னாருக்கு இந்த நேரத்தில் எங்கள் பள்ளியின் சார்பாக நன்றியினை தெரிவித்துக் கொள்கிறோம். எங்கள் குழந்தைகளுக்கு தேவையான ஈட்டர் அமைத்து கொடுத்துள்ளார். குழந்தைகள் நன்கு உறங்க வேண்டும் என்பதற்காக, குளிரிலிருந்து அவர்கள் நன்கு உறங்க வேண்டும் என்பதற்காக மேட் அமைத்து அவர்களை படுக்க செய்துள்ளார். விளையாட்டு திடலை ஏற்படுத்தி குழந்தைகளுக்கு தேவையான அனைத்து விளையாட்டு உபகரணங்களையும் வாங்கி தந்து குழந்தைகளின் ஆரோக்கியத்திலும் மிகவும் அக்கறை காட்டி வருகிறார். மாதம் 2 முறை குழந்தைகளினுடைய மெடிக்கல் செக்கப், குழந்தைகளுடைய நலனை பாதுகாத்து வருகிறார். தண்ணீர் வசதிக்காக வாட்டர் டேங்க் அமைத்து தந்துள்ளார். குழந்தைகளுடைய பொருட்களை பாதுகாப்பாக வைத்துக் கொள்வதற்கு கபோர்டுகளை அமைத்து குழந்தைகளுடைய உடைமைகளை பாதுகாப்பாக வைக்க ஏற்பாடு செய்து தந்துள்ளார். അതോടൊപ്പം തന്നെ മുതിർന്ന കുട്ടികൾക്കായുള്ള ബോയ്സ് ഹോസ്റ്റലിൻ്റെ കാര്യത്തിലും അദ്ദേഹം ബദ്ധശ്രദ്ധാലുവായിരുന്നു. ജൈവ പച്ചക്കറിത്തോട്ടവും വൃത്തിയുള്ള ഊണുമുറികളും ഈ ഹോസ്റ്റലിൻ്റെ മൗലികതയാണ്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയെല്ലാം അദ്ദേഹം ഏലഗിരിയുടെ ഗോത്രഭൂമിയിലെ പുത്തൻ പ്രതീക്ഷയായി ഉദയം ചെയ്തു. ദേശവാസികളുടെ വിശ്വസ്ത പുരുഷനായി ദൈവം അദ്ദേഹത്തെ പരിണമിപ്പിച്ചു.
பார்த்துக்கலாம். சார் வர்றாரு. நான் ஐயா, எப்படி வணக்கம் இருக்கிறது? ஐயா, ரொம்ப வணக்கம், சந்தோஷம் வணக்கம். திருப்பி பார்க்கறதுக்கு. நன்றி. இந்த ஸ்கூலை பற்றி கொஞ்சம் பேசலாம்னு நினைச்சது. இப்போ கொஞ்சம் ஃப்ரீயா இருக்குதா? அதான் பிரியா இருக்கு ஐயா. சரி, கொஞ்சம் சரி, எப்படி பேசலாம். போகலாம். சரி, சரி. இப்போ எல்லாம் கொஞ்சம் பிரியா இருக்கும். ஆமா, அதை பற்றி சொல்லலாம், பேசலாம். மேத்யூ சார் டாக்டர்னு சொல்லி அவர் கேரளாவை சேர்ந்தவர். அங்கே அவர் வந்து சோஷியல் ஒர்க்கு நிறைய செஞ்சுருக்கிறாரு. அவர் இங்கே நம்ம ஏலகிரி மலைக்கு வந்து ஒரு 12 வருஷமாக இங்கே அந்த சோஷியல் ஒர்க் செய்கிறாரு. இப்போ சமீபத்தில் நம்மளுக்கு அரசாங்க மேல்நிலைப் பள்ளி ஒன்று இப்போ சமீபத்தில் 2 வருஷமாக இப்போ இயங்கி கொண்டு இருக்குது. அதே மாதிரி பக்கத்தில் ஒரு வெல்ஃபேர் ஹாஸ்டல் ஒன்று இருக்குது. அந்த ஸ்கூலுக்கு அவர் நாங்கள் எதிர்பார்க்காத செயலெல்லாம் அவர் நிறைய செஞ்சுக்கிறாரு. ஒரு லட்சக்கணக்கான ரூபாயில் செலவழிச்சிருக்கார் நம்ம கவர்மெண்ட் ஸ்கூலுக்காகவே. அதே மாதிரி வெல்ஃபேர் ஹாஸ்டல்னு இருக்குங்க. அந்த வெல்ஃபேர் ஹாஸ்டலுக்கு பசங்க கிட்டத்தட்ட ஒரு 70 பசங்க அங்கே தங்கி படிக்கிறாங்க. அந்த தங்கி படிக்கிற அறைக்கு பெட்டு, ஃபேனு, லைட்டு, பாத்ரூம்பு, குடிக்கிறதுக்கு தண்ணி எல்லாம் அவருடைய சொந்த ஓன் பணத்திலேயே செலவழிச்சுக்கிறாரு. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞത് ഏലഗിരിയിലെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കഠിനമായ ഗ്രാമപാതകൾ താണ്ടി ഏറെ ത്യാഗം സഹിച്ച് ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം കിട്ടണം എന്ന ഉറച്ച ബോധ്യത്തോടെയാണ് ഡോക്ടർ തോമസ് മാത്യു ഈ സ്കൂളിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പഞ്ചായത്തുമായി ചേർന്നാണ് ഇവിടെ നവീന പാഠ്യപദ്ധതികൾ ആവിഷ്കരിച്ചത്. இந்த மலை வந்து ஆரம்ப காலத்தில் பார்த்திங்கன்னா கொஞ்சம் எல்லாமே ஸ்கூல்லேருந்து எல்லாமே வந்து வளர்ச்சி ரொம்ப கம்மியாக இருந்தது. நம்முடைய டாக்டர் மேத்யூ சார் வந்த பின்னாடி அவருடைய பங்களிப்பு வந்து நிறையா குரூப்பாக சேர்ந்து இந்த ஸ்கூலுங்களுக்கு நிறைய உதவிகள் வந்து செஞ்சுக்கிட்டு வராங்க, இனியும் செய்வாங்க. குறிப்பாக சொல்லப்போனால் இந்த ஆரம்ப கல்வி பேசிக், அதாவது சின்ன குழந்தைங்கள்லேருந்து எல்லா கல்விக்கும் வந்து அவங்களுடைய ஹாஸ்டல் வசதி, மெடிக்கல் வசதி, அப்புறம் இந்த குழந்தைங்களுக்கு அப்பப்போ துணிமணிகள் உதவி, எல்லா உதவிகளும் வந்து செஞ்சுக்கிட்டு வராரு. In 2015, I came in this school. That time I saw Dr. Thomas Matthew. He done a lot of facilities created in schools. For example, RO water, then students' health, then health camp, medical facilities, then sports development, for all the activities improving in our school. അങ്ങനെ നടത്തിക്കൊണ്ട് വേറൊരു വലിയ പ്രശ്നം കണ്ടത് പിള്ളേരുടെ ഹെൽത്താണ്. മിക്കവാറും എല്ലാവർക്കും ഈ സ്കേബീസ് എന്ന് പറയുന്ന ചൊറി പോലുള്ള രോഗങ്ങൾ, അണുക്കളുടെ വ്യാധ എല്ലാം ഒരുമാതിരി അനീമിക് പിള്ളേർ, ഹൈറ്റും കുറവാണ്, വളരെ വിളറിയാണ്. അപ്പം അന്ന് അവിടുത്തെ ഒരു സ്കൂളും ഉണ്ട്. അപ്പോൾ സ്കൂളിലും ഞാൻ പോയി, ഗവൺമെൻറ് സ്കൂളാണ്. ആ സ്കൂളിൽ ജയിക്കുന്ന പെർസെൻറ്റേജ് 30% പാസ്സേ ഉള്ളൂ. അത് 100 ചിലവാനും കുഞ്ഞുങ്ങളെ ഉള്ളൂ. അപ്പോൾ ആ സ്കൂൾ ഏകദേശം ക്ലോസ് ഡൗൺ ചെയ്യാനുള്ള വെർജിൽ നിൽക്കുക. ഇപ്പോൾ എന്നാൽ ട്രൈബൽ സ്കൂൾ ആയതുകൊണ്ട് അവർ തൊടാതിരിക്കും. അപ്പോൾ ഇതെല്ലാം വലിയൊരു മനസ്സ് പ്രയാസം. പക്ഷേ ഞാൻ CMCയിലുള്ള എൻ്റെ ഡോക്ടർ ഫ്രണ്ട്സിനോട് പലപ്പോഴും പറയും, അവർ വന്നു. അപ്പോൾ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് ആണെന്നുള്ളതിൽ ഒരു ഹാൻഡിക്യാപ്റ്റായിട്ടൊരു എനിക്ക് തോന്നിയ ആദ്യത്തെ സമയം അതാ. എന്നെക്കൊണ്ട് പറ്റുന്നില്ലല്ലോ ഈ പിള്ളേർക്ക് ആവശ്യമുള്ള മരുന്ന് കൊടുക്കാനും ഇഞ്ചക്ഷൻ കൊടുക്കാനും ഇതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. ആദ്യമായിട്ട് എനിക്ക് തോന്നിയ ദിവസം, അതുവരെ എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഞാനൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ നല്ലായിരുന്നു, ഇച്ചിരൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് വർക്ക് ചെയ്യാമല്ലോ എന്ന് ചിന്തിച്ച ഒരു സമയമാണ്. ഫിസിയോതെറാപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനായിട്ടുള്ള ലിമിറ്റേഷൻ
അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു എന്നാലും ഞാൻ അവരുടെ കൂടെ നമ്മുടെ കഴിവിനനുസരിച്ചുള്ള പ്രവർത്തനം നടത്തി ഏകദേശം 1 വർഷത്തോളം നല്ലതായിട്ട് നടന്നത്. സം ചേഞ്ചസ് കാണാൻ തുടങ്ങി അവർ. അങ്ങനെയാണ് ഏലഗിരി ഞാൻ പോണ്ടിച്ചേരിക്ക് പോകുന്നത്. പോണ്ടിച്ചേരിയിൽ എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ ഒരു മെഡിസിൻ അഡ്മിഷന് വേണ്ടിയിട്ടാണ് വിനായകർ മിഷൻ മെഡിക്കൽ കോളേജിലെ ഡയറക്ടറുമായിട്ടൊരു മീറ്റിങ്ങിന് പോയതാണ്. അവിടെ വെച്ച് അദ്ദേഹമാണ് കുറച്ചുകൂടി ഇതിനകത്ത് ഞാൻ എന്തുവാ ചെയ്യുന്നത്, എന്തുകൊണ്ട് അമേരിക്കന് വന്നു, അതുപോലെ ഇപ്പോഴത്തെ പ്രവർത്തനത്തിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ അദ്ദേഹമാണ് എൻ്റെ അടുക്ക് ഉദ്ധരിച്ചത്. മെയിനായിട്ട് അദ്ദേഹം ചോദിച്ചത് വാട്ട് ആർ ദ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി യു ആർ ഫേസിങ് നൗ. ഇമ്മീഡിയറ്റ് എൻ്റെ ആൻസർ സാറേ മെഡിക്കൽ ഫിസിയോതെറപ്പി എന്ന രീതിയിൽ എനിക്ക് ചെയ്യാവുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഇപ്പോൾ പറഞ്ഞ പോലെ. എന്നാൽ മെഡിക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചിരൂടെ എഫക്റ്റീവായിട്ട് അവർക്ക് ചെയ്യാറുണ്ട്. ഇമ്മീഡിയറ്റ് അടുത്ത ചോദ്യം പുള്ളിയോട് ചോദിച്ചു, ദെൻ വൈ ഡോണ്ട് യു ഡു ഇറ്റ്. ചുമ്മാ ഒരു തമാശ ഞാൻ പറഞ്ഞു, വിൽ യു ഗിവ് എൻ അഡ്മിഷൻ. ആ പുള്ളി ഉടനെ ചാടി എഴുന്നേറ്റിനോട് ലെറ്റ്സ് മീറ്റ് ദ ഓണർ എന്ന് പറയും. അങ്ങനെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓണറിനെ മീറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഓണർ കണ്ട ഉടനെ ഈ ഡയറക്ടർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇദ്ദേഹം US നിന്ന് വന്നാണ്, ഇതുപോലെ ഏലഗിരി ട്രൈബൽസിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നു, ഇതുപോലെ മെഡിസിൻ വർക്ക് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ല, സാറ് തന്നെ പറഞ്ഞു. ഉടനെ ഈ ഓണർ എന്നോട് ചോദിച്ചു എന്തുവാ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന്. ഞാൻ പറഞ്ഞു ഇതുപോലെ ഫെബ്രുവരി 1965. ഞാൻ നോക്കിയ മേശയുടെ അടിയിരുന്ന് പുള്ളി ഇങ്ങനെ വിരലെണ്ണുക 65 എത്ര വയസ്സ്. അപ്പം 47 എന്ന് പറഞ്ഞ പുള്ളി യു വാണ്ട് ടു ഡു മെഡിസിൻ അറ്റ് 47 ചാടി എഴുന്നേറ്റു. I told sir, no, we were just discussing. We will give an admission. പുള്ളി പറഞ്ഞു it will be proud of our institution to do it എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് you have to write the normal entrance exam, interview and all you have to go through എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ഓർത്തു 2 ദിവസം ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കട്ടെ. അങ്ങനെ വന്ന് ഭാര്യയോടും മക്കളോടും ഒക്കെ പറഞ്ഞു. ഭയങ്കര എക്സൈറ്റഡ് അവർ. അത് കഴിഞ്ഞിട്ട് അമ്മയെ വിളിച്ചു. അമ്മയ്ക്ക് 86 വയസ്സുണ്ട്, പിതാവ് നേരത്തെ മരിച്ചുപോയി. അപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മയും ഭയങ്കര എക്സൈറ്റഡ്. ഇത് പണ്ടത്തെ നിൻ്റെ സ്വപ്നമാണെന്നല്ലോ, ഇത്ര വർഷം കഴിഞ്ഞ് ദൈവം നിനക്കൊരു അവസരം തരും, വിടല്ലേ, എടുത്തോളാൻ പറഞ്ഞു. സഹോദരങ്ങളെയൊക്കെ വിളിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് തന്നെ അന്നേരം തോന്നി, എടാ ഇങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്താണ്, ഞാൻ മാത്രം എന്താണ് വൈ ഷുഡ് ലെറ്റ് മീ സേ വൈ നോട്ട്. അന്നാണ് ഫസ്റ്റ് എൻ്റെ ജീവിതത്തെ വൈ എന്നൊരു രീതിയിൽ നിന്നും വൈ നോട്ട് ലെറ്റ് മീ ഡു എ. അങ്ങനെ ഞാൻ ഡയറക്ടറിനെ വിളിച്ചു പറഞ്ഞു ഐ എം വില്ലിങ് ടു ഡു ഇറ്റ്. അങ്ങനെയാണ് ആ വലിയൊരു സാഹസിക കൃത്യത്തിന് ഇറങ്ങി തിരിച്ചത്. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തപ്പം ഞാനും എക്സൈറ്റഡായി. അപ്പം ആദ്യത്തെ കുറച്ചാൾ ഹോസ്റ്റലിൽ താമസിച്ചു. അപ്പോൾ അപ്പോഴാണ് റിയാലിറ്റി സ്ട്രൈക്ക് ചെയ്യുന്നത് തന്നെ. അതായത് പിള്ളേരൊന്നും അടുക്കാതായി. പിള്ളേരെല്ലാം എന്നെ കാണുമ്പോൾ അങ്കിൾ വിളിക്കുന്നു. ഗേൾസ് എല്ലാം വന്ന് അങ്കിളെ ഒരുത്തരും അടുത്ത് നിൽക്കത്തില്ല, കൂടെ വേണം. നമ്മൾ ക്ലാസ്സിലോട്ട് കയറി ചെല്ലുന്ന പിള്ളേരെല്ലാം കൂടെ എഴുന്നേക്കും. വൈവായിക്ക് ചെന്ന് കഴിഞ്ഞാൽ ടീച്ചർമാർ ചാടി എഴുന്നേക്കും. ഇത് വലിയ പ്രശ്നമായി. സ്റ്റുഡൻസ് മാത്രം കയറേണ്ടിയെടുത്ത് നമ്മളെ തടഞ്ഞു നിർത്തും. നിങ്ങൾ പേരൻസ് അവിടെ പോയിരിക്കാൻ പറയും. പിന്നെ നമ്മൾ ID ഒക്കെ കാണിച്ചാണ് പറയുന്നത് നമ്മളാണ് സ്റ്റുഡൻ്റ് എന്ന്. പിന്നെ ഇങ്ങനെ ആയി ഒരു ദിവസം എൻ്റെ ഒരു സീനിയർ എനിക്കൊരു CD കൊണ്ടു തന്നു. അത് വസൂൽ രാജ MBBS പറഞ്ഞൊരു CD-യാണ്. അപ്പോൾ അതിനോട് പറഞ്ഞൊന്ന് വാച്ച് ചെയ്യും. ഞാനത് വാച്ച് ചെയ്തപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. അതിലെ ഓൾമോസ്റ്റ് എല്ലാ സീൻസും അവിടെ നടന്നു കഴിഞ്ഞു. ലൈഫിലെ ഹിസ്റ്ററി വളരെ തമാശയായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ടേ 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഡയറക്ടറിനോട് ചോദിച്ചു, സാറേ ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒന്നാമത് 3-3.5 മണിക്കൂർ ക്ലാസ്സിൽ കുത്തിയിരിക്കാൻ പറ്റുന്നില്ല. 2 ഈ പിള്ളേരെന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർക്കും പ്രയാസം, നമുക്കും പ്രയാസം. ആ പുള്ളി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്നോട് പറഞ്ഞു, ഈ കുട്ടികൾ ഒരിക്കലും നിങ്ങളുടെ ലെവലിലോട്ട് ഉയർന്നു വരാൻ പോകുന്നില്ല, നിങ്ങൾ അവരുടെ ലെവലിലോട്ട് താണു വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, അതുകൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന്. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് ഈ പിള്ളേരുടെയൊക്കെ തോളെ കൈയിടാനും ഏടാ പോടാ വാടാ വിളിക്കാനും തുടങ്ങി. അവരോട് മൂവിക്ക് പോകാൻ തുടങ്ങി. അങ്കിളെ എന്ന് വിളിക്കുന്ന പിള്ളേരോടൊക്കെ ആൻറ്റി എന്ന് തിരിച്ചു വിളിച്ചു. അവരുടെ ഏജിലേക്ക് നമ്മൾ പതുക്കെ താണു വന്നു. ദാറ്റ് വർക്ക്ഡ്. അത് കഴിഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ അവരൊക്കെ അവസാനം എന്നെ വിളിച്ചത് എടാ പോടാ തോമ എന്ന് പറഞ്ഞ് അവരോട് മൂവിക്ക് പോകുന്നു, ഐസ്ക്രീം കഴിക്കാൻ പോകുന്നു. അങ്ങനെ ആ ഒരു വലിയ ഡിഫറൻസ് അങ്ങ് മാറി. തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു ബെസ്റ്റ് ഡെസിഷൻ എന്ന് പറയാം. വളരെ എക്സൈറ്റ്മെൻറ്റ്. എൻ്റെ വയസ്സ് എനിക്കൊന്ന് ഒരു 20 വയസ്സിലും മാനസികമായിട്ട് കുറഞ്ഞു. ഈ കുട്ടികളോട് മിങ്കിൾ ചെയ്ത് കഴിഞ്ഞപ്പം വളരെ കുറയാൻ സാധിച്ചു. എന്നാൽ അതിൻ്റെ ചില പ്രാക്ടിക്കൽ പ്രയാസങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് പുതിയ മെമ്മറി, പഠിക്കാൻ പ്രയാസമായിരുന്നു. പഴയ മെമ്മറി ഓർത്തിരിക്കും, പുതിയതായിട്ട് പഠിക്കേണ്ടി വരുമ്പോൾ അതിന് ഞാൻ ചെയ്തിരുന്ന ചെറിയ കാർഡായിട്ട് നോട്ട്സ് എഴുതുമായിരുന്നു.
അത് വളരെ ഫേമസ് ആയിരുന്നു കോളേജ്. ഞാൻ പരീക്ഷ എടുക്കുമ്പോഴത്തേന് എൻ്റെ ഈ കാർഡേ കാണത്തുള്ളൂ, ഒരു കെട്ട് കാർഡ് കാണും. ഈ കാർഡാണ് തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ആരെങ്കിലും അടിച്ചു മാറ്റി ആ പിള്ളേർ കോപ്പി അടിച്ചു പോയെങ്കിൽ നമ്മൾ പ്രശ്നമായി. അപ്പോൾ ഈ കാർഡാണ് പരീക്ഷകളുടെ മുമ്പ് വരെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം ഒരു ഓൾമോസ്റ്റ് എല്ലാം കാർഡ് ഫോമിലാക്കി. അപ്പോൾ ഇത് കൈ കൊണ്ടു നടന്ന് ഇങ്ങനെ വായിച്ച് ഒരു വിധത്തിൽ വലിയ കുഴപ്പമില്ലാതെ പരീക്ഷ എഴുതി പാസ്സായി. ഏകദേശം 65-66% പാസ്സായി. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞു. അങ്ങനെ ഇപ്പം അതിൻ്റെ രജിസ്ട്രേഷനും കഴിഞ്ഞിട്ട് ഇപ്പം PG എക്സാമിനായിട്ട് ഇപ്പോൾ എൻട്രൻസ് ഒന്ന് എഴുതിയിട്ടിരിക്കുകയാണ്. ഇഫ് ഗോഡ് ഗീവ്സ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക ചെയ്യുക, അല്ലെങ്കിൽ ദിസ് ഇസ് ഇനഫ്. ഈ ഒരു ഇതുകൊണ്ട് തന്നെ തിരിച്ച് അതുപോലുള്ള മേഖലകളിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാവുന്നുള്ളൊരു പൂർണ്ണ മനസ്സ് ധൈര്യമായി ആ ഒരു വിശ്വാസത്തോടെയാണ് പോകുന്നത്. ദൈവകൃപയാൽ വർദ്ധിതമായ ആത്മവിശ്വാസത്തോടെ തോമസ് മാത്യു പോണ്ടിച്ചേരിയിലെത്തി. പുതിയ രംഗത്തിന് തുല്യം ചാർത്തിക്കൊണ്ട് തൻ്റെ 47ാമത്തെ വയസ്സിൽ ശ്രീ മണക്കുള വിനായകർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിൽ MBBSന് ചേർന്നു. ഏറെ അഭിമാനപൂർവമാണ് കോളേജ് അദ്ദേഹത്തെ സ്വീകരിച്ചത്, അതും ദൈവഹിതം. In the year 2012, Dr. Thomas Matthew came to me. He introduced himself as he's a postgraduate in physiotherapy, and he was worked in United States and came down and settled in Yelagiri, and he wanted to do some service in Yelagiri, and he felt there is some inadequacy because he wanted some doctor to support. At that time when I was talking to him, I said, why don't you do? Then he said, is it possible? I said, it is possible. For doing medicine, there is no upper age limit. In Western countries, they do it. In our part, it is unusual, but still, you are eligible, you can do it. Then he took that in the right sense, and he applied, and he got selected. And by seeing him, I was able to see his seriousness in service. So I convinced my management, and they also, with reluctance, they took. And afterwards, it is his hard work, and by nature is a good leader, and in fact he's a big asset for us because he was able to motivate other students in that batch. Normally in that age group they'll be very free and non-serious. After seeing him, everybody became serious, and he was able to lead them well, and because of him many of his batchmates did well. And he did really good, and within the stipulated time he completed the course. As per his wish, he has started his service in his Yelagiri, and I wish him all good luck. I am working here since 2007. I joined here as a HOD of Forensic Medicine Department. 2012 I was Dean Academic. At that time Mr. Thomas Matthew has joined as an undergraduate student in the first year. So I was surprised to know from my director that he is a postgraduate in physiotherapy, worked in abroad, and at the age which is of my age, he is starting his undergraduate course. I was surprised to know that. And first time I came in contact with him when he came to the second year, which year I teach the second year subject. And when I talked with him, when I interacted with him, I came to know he is a very good-hearted person, simple person, ground to earth, and he is more interested in social work. All these things I learned from him, many things I understood from him, and we went to the project of Yelagiri along with Dr. Amol Dongre, who has guided him to do the project at the Yelagiri area, and he was doing wonderful job there, serving the people. I only pray God to give him more power and more strength to do all the best for the humanity what he is doing. പ്രായം മറന്നുള്ള കഠിന പ്രയത്നത്താൽ വൈദ്യശാസ്ത്രം തോമസിന് വഴങ്ങി. ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കോളേജിന് പ്രിയങ്കരനായി മാറി. There are a lot of memories between us as a student, as a colleague, as a mentor, as a teacher. But there is one thing which is very close to my heart. That is an incident which happened on his birthday, which is on February 18th.
We were on his birthday party in a restaurant, and on the day, my father passed away. And it was a very emotional moment for me that I got a call from my mom. That too, my phone was switched off. So she had to call Dr. Thomas's phone. And it was like, he got the call and he passed the phone to me. And it was like, I just got the news, my father passed away. And we were in the middle of the party, and I was shocked. I was like, that was a shocking news I ever had in my life. And I told Dr. Thomas, yeah, this would happen. So I was like totally blacked out, and I was just standing. And we were around 25 students, my friends were there. And as always, he took the initiative. So, which is close to my heart, I'm telling, because immediately he talked with the director. He booked my tickets. So since he's a US citizen, he won't be able to, he don't need a US, he don't need a visa to enter Sri Lanka. But, he came all the way to Sri Lanka with me, because that breaking time of my life, I was like in a position that I won't be able to think what to do next. So that moment, he was just by my side. He booked my tickets. He took care of my expenses that time. He came all the way to Sri Lanka, spent with me for 3-4 days, and then he left. So even though there are a lot of memories, good memories there, I would like to share this because this is very close to my heart, because the way he supported me as a father when my father passed away. I'll be very happy to tell my experience with Thomas Matthew, who worked here, studied in this college, and worked with me as a medical intern. I clearly remember when Thomas Matthew came to my office and he said he wanted to do some project in Yelagiri Hills. And many such people come to my office and express their interest to do something for people. And I thought he is one of them. So I spoke to him about the project, and I thought he would never come back again after that discussion. But he kept coming to me several times, and one day appealed me that if I can come with him to Yelagiri Hills. And that was a surprise for me, and I thought, this person seems interested in doing something, so let me go and see his site. So I went to Yelagiri Hills, and he took me to those 2 schools and expressed his interest to do some project. And I started wondering why somebody should do this kind of project. So what motivates him to go for that project? He is not writing any grant. He is not getting any scholarship for that. He is not going to get any marks for that. So why he should do for that? And I asked him this question very clearly, what is your motivation for undertaking this project? And he said that I think it is everybody's responsibility that they should take care of their community and try to do some minimal change in whatever possible way they can think. ഒടുവിൽ ദൈവഹിതം പോലെ 53-ാമത്തെ വയസ്സിൽ MBBS നേടിക്കൊണ്ട് രാജ്യത്തെ അപൂർവ പൗരനായി ഖ്യാതി നേടി. Thomas sir was so much more senior to us, but we never felt like that when he was studying here in our college. The most inspirational thing about Thomas sir for me was that he had a smile whenever you went to speak to him. The smile was the most important thing about him, and that smile had an infective optimism. And whenever you spoke to him, that optimism stuck to you and you also felt optimistic. The other thing about Thomas sir was that he was living proof that age was just a number, because he was so older to us. We were as old as his children. But whenever we were sitting together in meetings and talking during his student days, he would still be the youngest member in the group, because he was very young at heart. നേരെ പാറ് പാപ്പ. ദൈവം തന്നെ ഭരമേൽപ്പിച്ച ജനത്തെ സേവിക്കാൻ അദ്ദേഹം കടന്നുപോയ വഴികൾ കഠിനം തന്നെ. എന്നാൽ അതെല്ലാം ദൈവിക പദ്ധതികൾ തന്നെയായിരുന്നു. நல்லா முன்னாடி சாஞ்சிருங்க, நல்லா மூச்சிடுங்க. സാറേ, അവസാനമായി ഒരു ചോദ്യം. സാറ് ജീവിതത്തിൻ്റെ പല പടവുകൾ താണ്ടി ഇപ്പോൾ ഈ നിലയിൽ വന്ന് നിൽക്കുമ്പോൾ സാറിനെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. ഈ അവസരത്തിൽ ഷാലോം TV പ്രേക്ഷകരോട്
എന്ത് സ്പിരിച്വൽ മെസ്സേജാണ് സാറിന് കൊടുക്കാനുള്ളത്? ബൈബിളിൽ ഒരു കുരുടനെ പറ്റി പറയുന്നുണ്ട്. അവനെ സൗഖ്യമാകണമെങ്കിൽ യേശു പറഞ്ഞു നിൻ്റെ പുതപ്പ് എടുത്ത് കളയാൻ പറഞ്ഞു. അപ്പോൾ അവന് പുതപ്പ് എടുത്ത് കളഞ്ഞപ്പോഴാണ് അവന് കാഴ്ച വന്നത്. ഞാനും പലപ്പോഴും കംഫർട്ട് അല്ല നമ്മുടേതായിട്ടുള്ള സുഖസൗകര്യങ്ങളുടെ ഒരു പുതപ്പിട്ട് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണാതെ മൂടിയിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അവിടെ നിന്നും പുതപ്പെടുത്ത് കളഞ്ഞപ്പോഴാണ് മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എൻ്റെ ചുറ്റുമുള്ളവരുടെ യാഥാർത്ഥ്യങ്ങളൊക്കെ കാണുവാൻ എനിക്ക് സാധിച്ചത്. അപ്പോൾ ഒത്തിരി വഴികൾ എൻ്റെ ജീവിതത്തിൽ, പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നത് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ദൈവം എന്നെ മെനഞ്ഞെടുക്കുന്ന ഒരു ഉപകരണമായിരുന്നു. അപ്പം എൻ്റെ ജീവിതത്തിൽ ഇന്നും വന്ന ഇതൊന്നും എൻ്റെ മിടുക്കോ കഴിവ് കൊണ്ട് വന്നതല്ല, ദൈവം എനിക്ക് തന്ന ഒരു ദാനമാണ്. അത് 5 താലന്ത് കൊടുത്തവൻ്റെ കയ്യിൽ കിട്ടിയ താലന്ത് പോലെ തന്നെ അത് 10 മടങ്ങായിട്ട് ഉപയോഗിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഒന്ന് ഞാൻ മനസ്സിലാക്കിയത്, നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, നമുക്ക് മേലെ ഒരു അദൃശ്യ ശക്തിയിൽ പ്രവർത്തന വിശ്വാസമുണ്ടെങ്കിൽ മനുഷ്യനാൽ ഇമ്പോസിബിൾ എന്ന് പറയുന്ന കാര്യങ്ങൾ പോസിബിളാണ്. അതെനിക്കറിയാം. പല ദിവസങ്ങളിലും എൻ്റെ ബുദ്ധിക്ക് ഇന്ന് മനസ്സിലാകാത്ത രീതിയിൽ ഞാൻ പഠിച്ചിട്ട് മറന്നു പോകുന്ന കാര്യം ഞാൻ പരീക്ഷയ്ക്ക് ചെന്നപ്പോൾ കറക്റ്റായിട്ട് ഓർത്തിരുന്ന് എഴുതിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഞാൻ പേടിച്ചിരുന്ന കാര്യങ്ങൾ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഭയങ്ങളിൽ നിന്നും വിടുതൽ കൊടുക്കാൻ പലപ്പോഴും ദൈവവിശ്വാസം എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഏജ്, പ്രായം ഒരു അക്കം മാത്രമാണ്, അല്ലാതെ അതൊരു വലിയ ഫാക്ടറി അല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നിപ്പോൾ. കാരണം നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രായം ഒരു പരിധി. ഇന്ന് ഞാൻ 54 വയസ്സുണ്ട്. 47 ഞാൻ MBBS തുടങ്ങി, 53 കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് 54 വയസ്സൊന്നും ആക്ച്വലി ഫീൽ ചെയ്യുന്നില്ല. കാരണം ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹം മുന്നിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ക്യാൻസർ ഇതുണ്ടായിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 3-4 വർഷം ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാ വർഷവും ഞാൻ CMC പോയി എൻഡോസ്കോപ്പി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ വന്നതിനപ്പുറം എൻ്റെ ക്യാൻസർ പ്രോഗ്രസ് ചെയ്തിട്ടില്ല. എനിക്കതിനെ അതിശയമായിട്ട്, ഡോക്ടേഴ്സ് അതിശയമായിട്ട്. കാരണം ഞാനിപ്പോൾ കൂടുതൽ ചിരിക്കുന്നുണ്ട്, കൂടുതൽ ദിവസത്തിൻ്റെ അവസാനം വളരെ സമാധാനത്തോടെയാണ് ഉറങ്ങുന്നത്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നൊരു സമാധാനമുണ്ട്. മറ്റേതല്ലേ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പിള്ളേർക്കും ആ ഒരു ചെറിയ സ്വകാര്യ വലയത്തിനപ്പുറം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നിപ്പോഴേ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു. അതുകൊണ്ട് ആസ് ലോങ് ആസ് ഐ ലീവ് ഫോർ അതേഴ്സ്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം ദൈവം ഈ ലോകത്തിൽ എന്നെ ജീവനോടെ നിലനിർത്തുമെന്നൊരു വിശ്വാസം. എന്ന് ഞാൻ ഈ പ്രക്രിയ നിർത്തുന്നോ, എൻ്റെ ആയുസ് ചിലപ്പോൾ തീർന്നു പോകുന്നുള്ള പേടി കൊണ്ടെങ്കിലും ഞാൻ ഈ പ്രവർത്തനം കണ്ടിന്യൂ ചെയ്യും. എൻ്റെ ഇപ്പോഴത്തെ ആശ, എൻ്റെ സന്ദേശം ഇതേ ഉള്ളൂ. നിങ്ങൾ വിശ്വാസം മുറുകെ പിടിച്ചാൽ അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ഒരു വിശ്വാസമാണ് നമ്മളുള്ളത്. അതാണ് നമ്മുടെ പിതാക്കന്മാർ കാണിച്ചത്. ഇനി വരുന്ന നമ്മുടെ തലമുറയ്ക്ക് അത് തന്നെ ചെയ്യുവാൻ സാധിക്കും. എൻ്റെ പുറകിൽ എൻ്റെ കൂടെ നിന്നത് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളുമാണ്. അവരുടെ ഒരു വലിയ പ്രചോദനം എനിക്ക് ചിയർ ലീഡിംഗ് എന്ന് ഞാൻ പറയും. ദേ വർ മൈ ചിയർ ലീഡേഴ്സ്. അപ്പോൾ ഇവരെല്ലാം ദൈവം അത് സ്ഥാനത്ത് ഒരുക്കി വെച്ചിരുന്നു. എൻ്റെ കൂട്ടുകാർ, ഇവരോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസേനയിൽ താഴ്ത്തി ഏൽപ്പിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിന് ആയുസ്സും ആരോഗ്യം തേട്ടെ. നിങ്ങളും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.